നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താടി നീ കാണിക്കുന്നേ? എന്റെ മോളെ ഉപദ്രവിക്കുന്നോ? നിർത്തിക്കൊള്ളാം. നിങ്ങളുടെ മോളോ? ഇവളോ? എന്താടി വിളിച്ചത്? ഇവളെന്നോ? പിന്നെ എന്താ വിളിക്കണ്ടേ? എന്റെ ജീവിതം ഇല്ലാതാക്കിയവളെ എന്താ വിളിക്കണ്ടേ? എന്താ ഇത്? ഇവക്ക് എന്തേലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. എനിക്ക് ഭ്രാന്താ. എന്താ മതിയോ? മതിയോന്ന്? എന്നോട് ആരും ഇനി ഒന്നും ചോദിക്കണ്ട. അച്ഛൻ കൂടി വരട്ടെ. അച്ഛന്റെ മുൻപിൽ വെച്ച് എന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. ഭഗവാനെ, ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നും പ്രശസ്തി വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നെക്കൊണ്ടതിന് ആവൊന്നുമില്ല. പക്ഷെ പ്രിയങ്ക ഈ സിനിമയിൽ അഭിനയിച്ചാല് പ്രിയങ്കയും വരണം തമ്മിൽ വേർപിരിയും. അതെന്റെ അച്ഛൻ ഒരിക്കലും സഹിക്കില്ല. അമ്മയുടെ കണ്ണുനീര് തോരില്ല. അവര് തമ്മിൽ വേർപിരിയാതിരിക്കാൻ വേണ്ടിയും എന്റെ കുടുംബ കൂട്ടത്തോടെ കരയാതിരിക്കാനും വേണ്ടിയാ ഇങ്ങനൊരു തീരുമാനം എനിക്ക് എടുക്കേണ്ടി വന്ന്. കുറ്റപ്പെടുത്തലുകൾ മാത്രമേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കരഞ്ഞ കൈകൂപ്പുവാൻ എനിക്കെന്റെ കണ്ണ് മാത്രമേ ഉള്ളൂ. യശോദേ, നീ ഒന്ന് ദേവനെ വിളിച്ചേ. ദേവേട്ടൻ ഇപ്പൊ ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് വന്ന എന്നാ പിന്നെ ഈ പ്രശ്നം നീ തന്നെ ഒന്ന് പരിഹരിക്കും. പറ്റുമോ നിന്നെ കൊണ്ട്? അമ്മ, എന്നെ ചതിച്ചല്ലേ? എന്റെ ജീവിതം ഇല്ലാതാക്കിയല്ലേ? ഇതിനു വേണ്ടിയാണ് എന്റെ കൂടെ നിന്ന്. ഇതിനു വേണ്ടിയാണ് എല്ലാവരുടെയും മുൻപിൽ എന്നെ സ്നേഹിക്കുന്ന പോലെ അഭിനയിച്ചേ. പ്രിയങ്ക, അവളെ വിടാൻ. എന്താടി നീ കാണിക്കുന്നേ? എന്റെ മോളെ ഉപദ്രവിക്കുന്നോ? നിർത്തിക്കൊള്ളാം. നിങ്ങളുടെ മോളോ? ഇവളോ? എന്താടി വിളിച്ചത്? ഇവളെന്നോ? പിന്നെ എന്താ വിളിക്കണ്ടേ? എന്റെ ജീവിതം ഇല്ലാതാക്കിയവളെ എന്താ വിളിക്കണ്ടേ? എന്റെ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുന്ന ഇവളെ പിന്നെ എന്താ വിളിക്കണ്ടെന്ന്? ദേ നോക്ക്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി മകളാണ് നെഞ്ചിലെ പൊന്തരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവളെ ഇന്ന് അടിച്ച് ഞാൻ പുറത്താക്കും. എന്താ ഇവിടെ? യശോദ, എന്താ കാര്യം? എനിക്കറിയില്ല ദേവേട്ട. കണ്ടില്ലേ, കയ്യെ കിട്ടിയതൊക്കെ ഇവള്. എന്താ കാര്യം? നീ എന്തിനാ രാധികമ്മളെ ഉപദ്രവിക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. കാര്യം എന്താന്ന് അച്ഛൻ അറിയില്ലേ? അമ്മയ്ക്ക് അറിയില്ലേ? മുത്തശ്ശിക്ക് അറിയില്ലേ? നിൽക്കുന്നു വഴി വയ്ക്കുന്ന കണ്ടെടുത്ത പൊന്നു മോള് എന്താ ചെയ്തെന്ന് ചോദിക്കേ. ചോദിക്കച്ച. എന്താ മോളെ? എന്താ എന്തൊക്കെയാ ഇവള് പറയുന്നത്? ചോദിക്കുന്നത് കേട്ടില്ലേടി? വാ തുറന്ന് പറഞ്ഞോടെ നിനക്ക്?
ഞാൻ പറഞ്ഞുതരാം. ആറ്റുവാശ്ശേരിയുടെ അഭിമാനമായ രാധിക മോള് ചെയ്ത സത്പ്രവൃത്തി എന്താണെന്നറിയോ? എനിക്ക് അഭിനയിക്കാൻ കിട്ടിയ ചാൻസ് തട്ടിയെടുത്തു. എന്നെ ഫിക്സ് ചെയ്ത ആ സിനിമയിൽ എനിക്ക് പകരം അഭിനയിക്കുന്ന ആരാന്നറിയോ? ഇവളാ, അച്ഛന്റെ പുന്നാര മോള് രാധിക. എന്തൊക്കെയാടി വിളിച്ചു പറയുന്നേ? സിനിമയിൽ അഭിനയിക്കാനോ? രാധിക മോളോ? അമ്മയ്ക്ക് വിശ്വാസമായില്ല അല്ലേ? ഡയറക്ടർക്ക് വാക്ക് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. മ്യൂസിക് സ്കൂളിലെ പ്രോഗ്രാം കഴിഞ്ഞപ്പോ എല്ലാവരുടെ മുൻപിൽ വെച്ച് ഡയറക്ടർ ഇന്ദ്രജിത്ത് മേനോന് വാക്ക് കൊടുത്തു. സത്യമാണോ മോളെ? സത്യമാണോന്ന്? പ്രിയങ്ക പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്താ ഉണ്ടായതെന്ന് നീ പറ. പ്രിയ പറഞ്ഞ സത്യം. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ സമ്മതിച്ചു. എവിടെ എവിടെ? ഭാര്യയുടെ ഭർത്താവിന്റെ മുഖം ഞാനൊന്ന് ശരിക്ക് കാണട്ടെ. പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ ദേവ, ഒരു പാമ്പിൻ കുഞ്ഞിനെ ആ നെഞ്ചിലിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നെന്ന്. അതിന് വിഷം വരുന്ന സമയത്ത് അത് കൊത്തി കൊല്ലുവെന്ന്. ഇപ്പൊ അവള് പറഞ്ഞത് കേട്ടല്ലോ. ഇനി പറയില്ലല്ലോ നിങ്ങൾ ആരും. പ്രിയങ്ക മോളും മുത്തശ്ശിയും കൂടി അവളെ കരുതിക്കൂട്ടി കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തുകയാണെന്ന്. മോളെ, ഇത്രയൊക്കെ കേട്ടിട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അച്ഛൻ നിൽക്കുന്നു. നിനക്ക് എന്നു മുതലാ ഇതിലൊക്കെ താല്പര്യം തുടങ്ങിയത്? ഇന്ന് വരെ അങ്ങനെ ഒരു വാക്ക് പോലും നീ പറഞ്ഞിട്ടില്ലല്ലോ. പറയില്ലച്ചാ. ആഗ്രഹങ്ങളും ആർത്തിയൊക്കെ മനസ്സിൽ മൂടിക്കൊണ്ട് നടക്കുക. അവസരം വരുമ്പോ പ്രയോഗിക്കാൻ. എന്നെ ചതിച്ചതാച്ച. മ്യൂസിക് സ്കൂളിൽ നടന്ന പ്രോഗ്രാമിന് ഡയറക്ടർ ഇന്ദ്രജിത്ത് മേനോനെ വിളിച്ചത് അച്ഛന്റെ ഈ മോളുടെ താല്പര്യപ്രകാരമാണ്. എന്റെ മുന്നിൽ വെച്ച് അയാളോട് വാക്ക് പറഞ്ഞതും എന്നോടുള്ള പക കൊണ്ട. പ്രിയങ്കയുടെ എത്ര വലിയ ആഗ്രഹമായിരുന്നു മോളെ. വരണം കണിമംഗലം കുടുംബവും ഒറ്റ മനസ്സോടെ സമ്മതിച്ച് അവളുടെ കൂടെ നിന്നിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.